നമസ്കാരം. മലയാള സിനിമയിലെ ആ ചിരിയും ശാലീനതയും നമ്മൾ ഒരുപാട് കാലം നെഞ്ചേറ്റി. പക്ഷേ വെള്ളിത്തിരയിലെ ആ പുഞ്ചിരിക്ക് പിന്നിൽ കണ്ണീരിൻ്റെയും അതിസഹനത്തിൻ്റെയും ഒരു വലിയ കടൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് എത്ര പേർക്കറിയാം? പ്രിയ നടി കനകലത നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് കാലം കുറച്ചായി. എങ്കിലും ഇന്നും മലയാളികൾക്ക് വിശ്വസിക്കാനാവാത്ത ചില സത്യങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. വിവാദങ്ങൾക്കും വേദനകൾക്കുമിടയിൽ എരിഞ്ഞു തീർന്ന കനകലതയുടെ ആ ജീവിത കഥയിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. കൊല്ലത്തെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച കനകലതയ്ക്ക് ചെറുപ്പത്തിലെ തന്നെ അച്ഛനെ നഷ്ടപ്പെട്ടു. കുടുംബത്തെ പോറ്റാൻ വേണ്ടി പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് അവർ നാടകവേദിയിലേക്ക് ഇറങ്ങി. വിശപ്പടക്കാൻ മാർഗമില്ലാതെ കുടുംബത്തോടൊപ്പം ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ച ഒരു ഭൂതകാലം അവർക്കുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഒരു നാടക പ്രവർത്തകൻ വാതിലിൽ മുട്ടിയത് അവരുടെ ജീവിതം മാറ്റിമറിച്ചു. കനകലതയുടെ ആദ്യ സമ്പാദ്യം കൊണ്ട് അവർ ചെയ്തത് എന്താണെന്നറിയാമോ? തൻ്റെ കുടുംബത്തിന് വയറ് നിറയെ ആഹാരം വാങ്ങിക്കൊടുക്കുകയായിരുന്നു. ചില്ല് എന്ന സിനിമയിലൂടെ മലയാളികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ കനകലത പിന്നീട് ജഗതി ശ്രീകുമാറിനൊപ്പം സൂപ്പർ ഹിറ്റ് കോമഡി ജോഡിയായി തിളങ്ങി. നായികയാകേണ്ട സൗന്ദര്യവും പ്രതിഭയും ഉണ്ടായിട്ടും വെള്ളിത്തിരയിലെ സഹനടി വേഷങ്ങൾ അവർക്കായി വിധിക്കപ്പെട്ടു. എന്നാൽ ഓഫ് സ്ക്രീനിൽ ഇതിനേക്കാളേറെ അവർ നേരിട്ടത് വലിയ ചതികളായിരുന്നു. സിനിമാ മംഗളത്തിന് നൽകിയ അഭിമുഖത്തിൽ അവർ ഒരു കാര്യം തുറന്ന് പറഞ്ഞു. മലയാളത്തിലെ ഒരു പ്രമുഖ വില്ലൻ നടൻ തന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും അത് നിരസിച്ചതുകൊണ്ട് പല സിനിമകളിൽ നിന്നും തന്നെ മാറ്റി നിർത്തിയെന്നും. മനസ്സിലുള്ളത് തുറന്നു പറയാൻ ഒരിക്കലും മടിക്കാതിരുന്ന കനകലത ആ നടനെ സെറ്റിൽ വെച്ച് പരസ്യമായി നേരിട്ട കഥകൾ ഇന്നും സിനിമാ ലോകത്ത് ചർച്ചയാണ്. കനകലതയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീച്ചൂള അവരുടെ വിവാഹമായിരുന്നു. കാര്യവട്ടം ശശികുമാറുമായുള്ള പ്രണയ വിവാഹം പിന്നീട് പക്ഷേ ഒരു വൻ ദുരന്തമായി മാറി. സിനിമാ മംഗളത്തോടുള്ള അഭിമുഖത്തിൽ ലോകം ഞെട്ടിയ ഒരു വെളിപ്പെടുത്തൽ അവർ നടത്തി. തനിക്ക് മക്കളില്ലാത്തത് വിധിയല്ല, മറിച്ച് ഭർത്താവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പലതവണ ഗർഭഛിദ്രത്തിന് വിധേയയാകേണ്ടി വന്നതുകൊണ്ടാണ്. ഒരു സ്ത്രീക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ആ വേദന. 16 വർഷത്തെ നരകതുല്യമായ ദാമ്പത്യത്തിനൊടുവിൽ അവർ വിവാഹമോചനം നേടി ഒറ്റയ്ക്ക് ജീവിച്ചു.